ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചിങ്ങം 1, പൂവിലെയും പൊന്നോണത്തിൻ്റെയും ചിങ്ങമാസം. ഏവർക്കും പുതുവത്സരാശംസകൾ. അപ്പോൾ ഇന്ന് ചിങ്ങം 1 നമുക്കൊരു ക്യാരറ്റ് പായസം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിലൊരു 2.5 ക്യാരറ്റ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഒരു ഹാഫ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ. എന്നിട്ട് ഇതിപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ വേവിച്ച ക്യാരറ്റ് നല്ലപോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒട്ടും തരിയില്ല. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും പാലും ക്യാരറ്റും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഇവിടെ ഇരുന്ന് കുക്കാവണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്കൊരു പാൻ വെച്ചൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂ ചെറുതാക്കി മുറിച്ചതും കുറച്ച് ബദാം ചെറുതാക്കി മുറിച്ചതും കൂടി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള നെയ്യിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച ക്യാരറ്റോടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്കിനി ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ക്യാരറ്റ് കുക്കായി വരണം, നല്ല സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പാലും ക്യാരറ്റ് നമ്മൾ അരച്ച് ചേർത്തതും കൂടെ നല്ലപോലെ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരം ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ക്യാരറ്റ് കൂടെ ആഡ് ചെയ്ത് നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഈ പാലും ക്യാരറ്റും എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കാഷ്യൂവും ബദാമും കൂടെ ചേർക്കാം. അപ്പോൾ ഇനി നമുക്കിതോടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. നമുക്കിനി ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇത് ഹോട്ടായിട്ടും കോൾഡായിട്ടും സെർവ് ചെയ്യാം. കോൾഡായിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.